ഹേമ കമ്മിറ്റി ആയിട്ട് യാതൊരു ബന്ധവും ഈ അന്വേഷണത്തിനില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആധികാരികമായി ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയും അത് സംബന്ധിച്ച പെൻഡ്രൈവും തെളിവുകളായി വാട്സപ്പ് മെസ്സേജും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുമുണ്ട്. സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയെക്കുറിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലപാട് സ്വീകാര്യമല്ല. അതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് കോടതിയിൽ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞത് എന്താണ് അന്വേഷിക്കാൻ തടസ്സം എന്ന് ചോദിച്ചത്. അതിനെക്കുറിച്ച് അന്വേഷിക്കില്ല. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വാർത്തകളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിന്നാൽ എന്നാണ്. ഏത് ലൈംഗികാരോപണ കേസിലാണ് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിൽക്കണമെന്നുള്ളൊരു കണ്ടീഷൻ മുമ്പോട്ട് വയ്ക്കുന്നത്? അന്വേഷിക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് സർക്കാർ അന്വേഷിക്കുന്നത്. വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങൾ. മാത്രമല്ല, ഇനിയും ഈ ഇരകളായി മൊഴികൾ കൊടുത്തിരിക്കുന്ന ആളുകൾ വീണ്ടും വന്ന് പരാതി കൊടുക്കണം, മൊഴികൾ കൊടുക്കണം എന്ന് ആവശ്യം വീണ്ടും അവരെ അപമാനിക്കുന്നതിന് വേണ്ടി ഇവിടെ സർക്കാർ ചെയ്യുന്നത് ഇരകളെ അപമാനിക്കുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നടപടികൾ തന്നെ തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക മന്ത്രി ഇതിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ ഡേ 1 മുതൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ പരിശോധിച്ചാൽ അറിയാം. ഒരു ദിവസം ഒന്ന് പറയും, പിറ്റേ ദിവസം മലക്കം പറയും, വീണ്ടും വേറൊന്ന് പറയും. മാറി മാറി എത്ര അഭിപ്രായമാണ് കേരളത്തിലെ സാംസ്കാരിക മന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആദ്യം മുതലേ തന്നെ ഇതിൽ ഇരകളായ ആളുകൾക്ക് നീതി കൊടുക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന ആ പത്രക്കുറിപ്പിലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്നുള്ളൊരു വാക്കുപോലും ഇല്ല. പുതിയതായി വന്നിരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളെക്കുറിച്ചും അന്വേഷിക്കുന്നില്ല. എന്നിട്ട് ഈ വനിതാ IPS ഉദ്യോഗസ്ഥന്മാരെ ഇത്രയും വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്തിനാണ് മെയിലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത്? സ്പർജൻ, എനിക്ക് അതിലെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊന്നും പരാതിയില്ല, അവരൊക്കെ നല്ല ആളുകളാണ്. പക്ഷേ സ്പർജൻ കുമാർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ്. ഭാരിച്ച ചുമതലയുള്ള അദ്ദേഹത്തിന് എന്തിനാണ് അതിൻ്റെ അകത്ത് വെച്ചത്? എനിക്ക് വ്യക്തിപരമായ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാതിയില്ല. വെങ്കടേഷിനെക്കുറിച്ചോ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചോ ഒന്നും പരാതിയില്ല. വനിതാ IPS ഉദ്യോഗസ്ഥരെ വച്ചിരിക്കുന്ന ഈ കേസിൽ എന്തിനാണ് ബാക്കിയുള്ള അതിൻ്റെ മീതെ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മീതെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത്? മാത്രമല്ല, ഇപ്പോൾ വച്ചിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരെക്കുറിച്ച് സ്ത്രീപീഡന കേസുകൾ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ കേരളത്തിലെ നിയമസഭയിൽ തന്നെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഈ അന്വേഷണ സംഘത്തിൽ വെച്ചിരിക്കുന്നത് ശരിയാണോ? ഇതിനു മുമ്പ് സ്ത്രീപീഡന കേസുകൾ അന്വേഷിച്ച സമയത്ത് ഗുരുതരമായ ആരോപണം കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുകൂടി ഈ അന്വേഷണ കേസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സർക്കാരിൻ്റെ കയ്യിലിരിപ്പ്? നാണമുണ്ടോ അവർക്ക്? ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് അതിൽ നിന്നും ഈ പ്രതികളാകേണ്ട ആളുകൾ, നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടി എന്തു വില കൊടുത്ത് സർക്കാർ ശ്രമിക്കുകയാണ്. ഇത്രയും വലിയ സമ്മർദ്ദം സർക്കാരിൻ്റെ മൂതെ ഉണ്ടായിട്ട്, നിയമപരമായ ബാധ്യതകൾ ഉണ്ടായിട്ട് എന്താണ് ഗവൺമെൻറ് ചെയ്തത്? ഗവൺമെൻറ് ഇതിൽ കൃത്രിമത്വം കാണിച്ചു. ആദ്യം റിപ്പോർട്ട് സോളാർ കേസ് അങ്ങനെ അല്ലായിരുന്നല്ലോ. സോളാർ കേസിൽ ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തിലെ പേജുകൾ എല്ലാ ദിവസവും വർദ്ധിച്ചു വരികയായിരുന്നു. കത്ത് എഴുതിയ ആളും പിന്നീട് ഓരോ ദിവസം വർദ്ധിച്ച് പേജുകളുടെ എണ്ണം കൂടുമായിരുന്നു സോളാർ കേസിൽ. ഇവിടെ എങ്ങനെയാണ്? ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ പേജുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. സോളാർ കേസിൽ കൂടി വരികയായിരുന്നു പേജുകളുടെ എണ്ണം. ഇവിടെ കുറഞ്ഞ് ഓരോ ദിവസവും പേജുകളുടെ എണ്ണം വരികയാണ്. അപ്പോൾ അതിൽ ആ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ തന്നെ കൃത്രിമം കാണിച്ചു. പിന്നെ നിയമപരമായ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം, ഇവർക്കെതിരായിട്ട് അന്വേഷണം നടത്തി കേസെടുക്കാനുള്ള ഉത്തരവാദിത്വം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 199 അനുസരിച്ച് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അത് വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് തന്നെ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത്. ഒരു നിമിഷം പോലും അധികാരത്തിലിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. ഈ വകുപ്പ് ഭരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. അദ്ദേഹം ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു. റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു. വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇരകളെ വീണ്ടും അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒരു നിമിഷം പോലും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധികാരത്തിലിരിക്കരുത്. അദ്ദേഹം രാജിവെക്കണം. രാജിവെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രാജി ചോദിച്ചു വാങ്ങണം. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. എങ്ങനെ? അല്ല, ഈ അന്വേഷണ സംഘം എന്ന് പറയുന്നത് പരിശോധിക്കണം.
ഈ അന്വേഷണ സംഘത്തിൽ പെട്ടവർക്കെതിരായി സ്ത്രീ പീഡന കേസിൽ ഇതിനു മുമ്പ് നിയമസഭയിൽ പരാതി വന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണം. വനിതാ IPS കാരുടെ 4 പേരെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മീതെ എന്തിനാണ് വേറെ മെയിൽ ഉദ്യോഗസ്ഥരെ വയ്ക്കുന്നത്? എന്താണ് അതിൻ്റെ അകത്ത് സർക്കാർ ലക്ഷ്യമാക്കുന്നത്? എന്താ? പ്രതിപക്ഷമാണ് ആദ്യം ആവശ്യപ്പെട്ടത്. കാരണം ഇരകൾക്ക് നിർഭയമായി സംസാരിക്കാൻ പറ്റുന്ന വനിതാ IPS ഉദ്യോഗസ്ഥർ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഞങ്ങൾ ആദ്യത്തെ ദിവസം ഈ റിപ്പോർട്ട് പുറത്തു വന്ന ആദ്യത്തെ ദിവസം കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതാണ് സീനിയർ ആയിട്ടുള്ള വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണം. അവിടെ അതെന്തിനാ മിക്സ് ചെയ്ത്? അപ്പോൾ അവരെ വിശ്വാസമില്ലേ? അതാണ് ചോദ്യം. ഈ കഴിഞ്ഞ വർഷം രൂപീകരിച്ച സിനിമാ നയരൂപീകരണ സമിതി ഈ MLA കൂടിയായ നടൻ മുകേഷ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മുകേഷിനെതിരെ അടക്കം ഇപ്പോൾ ആരോപണം വരുന്നത് ഇതിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട്? അല്ല, തീർച്ചയായിട്ടും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നവർ ഒരു സ്ഥാനത്തും ഇരിക്കാനും യോഗ്യരല്ല. അവർ അത് രാജിവെച്ച് ഒഴിയുന്നതാണ്. അപ്പോൾ 2 പേര് രാജിവെച്ചല്ലോ. ആരോപണങ്ങൾ വന്ന രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ആ മാതൃക സ്ഥാനങ്ങളിലിരിക്കുന്നവർ പിന്തുടരുന്നതായിരിക്കും നല്ലത്.